നടി ഉഷ കൂടി ചേരുകയാണ്. ശ്രീമതി ഉഷ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം താങ്കൾ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. സിനിമാ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങൾ, അതുപോലെ ഈ മോശം അനുഭവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ താങ്കൾ പറയുകയും ഒരു നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളിൽ നിന്നുള്ള ഒരു നടി തന്നെ ഇങ്ങനെയൊരു പരാതി ഉന്നയിക്കുമ്പോൾ, ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ, അവർ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. ആ സമയത്തും രേഖാമൂലം പരാതി വേണം എന്നാവശ്യപ്പെടുകയാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാരിന്റെ നിലപാടും ഈ സംവിധായകൻ രഞ്ജിത്തിന്റെ കാര്യത്തിലുള്ള നിലപാടും ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം ഇല്ലല്ലോ. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? അല്ല, ഞാൻ ഈ രണ്ട് പേരുടെയും വാർത്താ സമ്മേളനം ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യം മുതൽ പറയുന്നത് തന്നെ, നമ്മൾ ഇതിൽ കുറ്റാരോപിതനായിട്ടുള്ള ഹേമ കമ്മിറ്റിയിലായാലും ഇപ്പോൾ ഈ ബംഗാളി നടി പറഞ്ഞ രഞ്ജിത്താണെങ്കിലും ആരാണെങ്കിലും അവർ നിയമത്തിൻ്റെ മുൻപിൽ വരണം. ഈ എന്തിനാണ് മറ്റവരുടെ പേര് പറയാതിരിക്കേണ്ടത്? ഈ നടിമാർ മൊഴി കൊടുത്ത ആരാണോ അവരെ ചൂഷണം ചെയ്തതെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളവരെ എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആര് പ്രൊട്ടക്ട് ചെയ്യുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് അവരുടെ പേര് വരട്ടെ. ഇപ്പം മൊത്തം സിനിമ ഇൻഡസ്ട്രി മുഴുവനും ഇത് അവരാണോ ഇവരാണോ ആരാണ് എന്ന സംശയത്തിലാണ് മൊത്തം ഇൻഡസ്ട്രി. മാനവമര്യാദയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ജോലി ചെയ്ത് ജീവിക്കുന്നവർ കൂടെ കൂടിയതാണ്, എല്ലാവരും കൂടെ കൂടിയതല്ലേ സിനിമ. ചില ആൾക്കാർ, ചുരുക്കം ചില ആൾക്കാർ തെറ്റായ തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്ത ആൾക്കാരെ ആരാണെന്ന് വെച്ചാൽ അത് പുറത്തു കൊണ്ടുവരികയും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. ഞാൻ അപ്പോഴും പറയുന്നത്, എനിക്കിതിൻ്റെ നിയമവശങ്ങളൊന്നും അറിയില്ല. പക്ഷേ അവർക്കെതിരെ കേസ് എടുക്കണമെങ്കിൽ കേസ് എടുക്കണം. ഈ പെൺകുട്ടികൾ പരാതി കൊടുക്കണമെങ്കിൽ, ഞാൻ WCCയുടെ അവരാണല്ലോ ഇത്രയും കാര്യമായിട്ട് മുൻപോട്ട് വന്നത്, അപ്പോൾ അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് അത് തന്നെയാണ്. നിങ്ങൾ ആ പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഇനി ഈ രംഗത്ത് പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവരുത്. ഇവിടെ സുരക്ഷിതരായിട്ട് മാന്യമായിട്ട് ജോലി ചെയ്യണം. ഇപ്പം ജോലി ചെയ്യാൻ മാത്രമല്ല, ജോലി ചെയ്ത പൈസ പോലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വരണമെന്ന് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തൊരു അനുഭവമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനൊക്കെ ഒരു അന്ത്യം വരണമെന്നുണ്ടെങ്കിൽ ഈ തെറ്റ് ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. പിന്നെ രഞ്ജിത്താണെങ്കിലും മാറി നിന്ന് ഇപ്പോൾ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ആരോപണം വന്നപ്പോൾ ദിലീപിനെ ഞങ്ങളുടെ സംഘടന പുറത്താക്കി. മാറി നിന്നു. ഇത് പിന്നെ ഏതെങ്കിലും പോസ്റ്റിലിരിക്കുന്ന, സർക്കാരിന്റെ പോസ്റ്റിലിരിക്കുന്നവരാണെങ്കിലും അതല്ലേ അതിന്റെ ശരി. അവർ മാറി നിൽക്കണം. അവർ നിരപരാധിയാണ്, അവരുടെ നിരപരാധിത്വം തെളിയിക്കണം. അതാണ് വേണ്ടത്. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ളവരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരണം. പക്ഷേ ഈ അമ്മ ഇന്നലെ പ്രതികരിച്ചത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അമ്മയുടെ പ്രതികരണം ആ രീതിയിൽ മതിയോ? സിദ്ദിഖ് ഒരു ടാക്ടിക്കലായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചു എന്നുള്ള തോന്നൽ താങ്കൾക്ക് വന്നിട്ടുണ്ടോ? ഇതിപ്പോൾ അവിടെയും ഇവിടെയും ഒന്നും പറയാതെ ഒരേ സമയം ഞങ്ങൾ നടിമാർക്കൊപ്പമാണ്, ഇരകൾക്കൊപ്പമാണ് എന്ന് പറയുന്നതല്ലാതെ അതിലൊരു സത്യസന്ധത താങ്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? സത്യസന്ധത ഉണ്ടോന്നൊന്നും അല്ല. അങ്ങനെയല്ലായിരുന്നു പ്രതികരിക്കേണ്ടത്. വനിതകളെ പ്രതിനിധീകരിച്ച് നമ്മളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആ കുട്ടി പറഞ്ഞതിനോടും വല്ലാത്ത വിഷമം തോന്നി. എന്തൊരു പ്രതികരണമാണ് നടത്തിയത്. ഇപ്പം ഞാൻ പറയുന്നു, എൻ്റെ മുറിയിൽ ആരും തട്ടിയിട്ടല്ല ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. എനിക്ക് അങ്ങനത്തെ മോശം ഒരുപാട് ഈ കുട്ടികൾ പറയുന്ന പോലുള്ള അനുഭവമൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടായി, ഞാൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രതികരിച്ചത് ഞാനൊരു കലാകാരി ആയതുകൊണ്ട്, ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന, എൻ്റെ ഫീൽഡിലുള്ള കുട്ടികളുടെ കാര്യം, അവർ പറഞ്ഞ കാര്യം എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. എൻ്റെ ചുറ്റിപ്പറ്റിയുള്ളവർക്കും എനിക്ക് പരിചയമുള്ളവർക്കും ഞാൻ പ്രവർത്തിക്കുന്ന മേഖല ഇത്ര മോശപ്പെട്ട മേഖലയാണെങ്കിൽ നമ്മളും അത് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ സിനിമയിൽ പിടിച്ചു നിന്നിട്ടുള്ളതെന്നല്ലേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ പ്രവണത, ആ കാര്യത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാതെ ആരാണോ കുറ്റക്കാര് അവരെ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്നത്, ഇത്തരം ജോമോൾ പറഞ്ഞതിനെ കുറിച്ചാണ് നേരത്തെ എന്നോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞത് തന്നെയാണ്, നമ്മളെ കമ്മിറ്റിയിൽ എപ്പോഴും ആവശ്യപ്പെടുന്നത്
കുറച്ച് സീനിയർ ആയിട്ടുള്ള ഗൗരവത്തോടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന, മുഖം നോക്കാതെ സംസാരിക്കുന്ന ആൾക്കാരെ വെക്കണം എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ടതും ഒക്കെ അത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരം ഇതുപോലെ ബാലിശമായിട്ടുള്ള കമന്റ്സ് വരില്ല. ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെ പോലും ഈ മോശമായി പെരുമാറി എന്ന രീതിയിലുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പരാതി എന്ന് പറയുന്നില്ല, കാരണം